തളർന്നു വീണ ഉടനെ തന്നെ ദുര്യോധനൻ ദുശാസനനെ നോക്കി. ദുശാസനൻ ഉടൻ തന്നെ തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന പാനീയം ഭീമന് കൊടുത്തു. ദാഹിച്ച് തളർന്ന ഭീമൻ അത് വെപ്രാളത്തോടെ കുടിക്കുവാൻ തുടങ്ങി. ഉടനെ തന്നെ ഭീമന്റെ നെഞ്ച് ശക്തമായി ഇടിക്കാൻ തുടങ്ങി. സഹോദര, എന്റെ ശരീരം ആകെ തളരുന്നു. എനിക്ക് ശ്വാസം മുട്ടുന്നു. എന്നെ രക്ഷിക്കൂ. അല്ല, വലിയ ദൈവപുത്രന്മാരല്ലേ, ഈ മനുഷ്യരുടെ സഹായമൊക്കെ ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? ഉടനടി അവർ ഭീമന്റെ ശരീരം കാട്ടുവള്ളികൾ ഉപയോഗിച്ച് കെട്ടി. ശേഷം അടുത്തുള്ള ഒരു പുഴയിലേക്ക് അവർ ശരീരം എടുത്തുകൊണ്ടുപോയി. കൊടും വിഷമുള്ള പാമ്പുകളുള്ള ഒരു പുഴയാണത്. മരണം ഒന്നുകൂടി ഉറപ്പിക്കാനായിരുന്നു അവർ ആ പുഴ തന്നെ തിരഞ്ഞെടുത്തത്. ഭീമൻ ഇല്ലാതായതിന്റെ സന്തോഷത്തോടെ ദുര്യോധനനും ദുശാസനനും കൊട്ടാരത്തിലേക്ക് മടങ്ങി. ദുര്യോധനൻ പാണ്ഡവരുമായുള്ള മൽപ്പിടുത്തത്തിൽ മത്സരിക്കുകയായിരുന്നു. തന്റെ ആ വിജയാഘോഷം അയാൾ ആ മത്സരത്തിൽ തീർക്കുകയായിരുന്നു. 4 പേരിൽ 3 പേരെ ദുര്യോധനൻ അടിച്ചു വീഴ്ത്തി. തനിക്ക് മുകളിൽ ഇനി ആരുമില്ല എന്ന ആവേശം അയാളുടെ സിരകളിലൂടെ കുതിക്കുന്നുണ്ടായിരുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ ദുര്യോധനൻ 4 പേരെയും വീഴ്ത്തി. അയാൾക്ക് പോലും അത് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. ഇനി ആരെങ്കിലും ഉണ്ടോടാ ഞാനായിട്ട് മത്സരിക്കാൻ? ഞാനുണ്ട് ദുര്യോധന. അന്ധകാരത്തിന്റെ തമസ്വനിയിൽ മരണത്തെ നിശ്ചലമാക്കി വായുവിൽ അഗ്നിയേന്തി മലകളെ കാൽച്ചുവട്ടിലാക്കി വീണ്ടും വന്നു മരണമില്ലാ യോദ്ധാവ്, മരണമില്ലാ യോദ്ധാവ്. എനിക്ക് വിറക്കണ ദേഹമൊക്കെ എന്ത് സൗണ്ടാണത്! എന്റെ ഇങ്ങനെ സൗണ്ടാ വിഷയം പുള്ളിയുടെ സൗണ്ട്. ഇത് ആരാണ് ഈ ഡബ് ചെയ്യണ ഇതിന്? ഹ്യൂമൻ. പിന്നെ ഞാൻ പറഞ്ഞ കൂടി പോയ